നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബീട്രൂട്ടും മുരിങ്ങക്കായും കോമ്പിനേഷനുള്ള കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും എല്ലാറ്റിനും അടിപൊളിയായിട്ട് പോകുന്ന ഒരു കറിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ മുരിങ്ങക്കായി ബീട്രൂട്ടും വെച്ചിട്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമ്മളുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയൊരു ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ബീട്രൂട്ട് എടുക്കുക, പിന്നെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പത്തിലുള്ള മുരിങ്ങക്കായാണ്. ഇത്ര വലുപ്പമില്ല, കുറച്ച് ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് രണ്ടും ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങക്കായ എന്തായാലും ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്ത് കഴിഞ്ഞ് അതിൻ്റെ കോല് നമ്മുടെ ചങ്കിൽ കുത്തിക്കയറാൻ സംശയമാണ്. അത് കാരണം നീളത്തിലാവുകൊണ്ട് ഞാൻ ബീട്രൂട്ട് നീളത്തിലാണ്, കുറച്ച് കനത്തിൽ ഇത്തിരി നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. മുരിങ്ങക്കായ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഇതുപോലെ തൊലി ഒന്ന് ചീന്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ടില്ല കത്തി കൊണ്ട് ഇത് അതുപോലെ വലിച്ചു കഴിഞ്ഞാൽ തൊലിയൊക്കെ പെട്ടെന്ന് പോരും. നമ്മൾ സാമ്പാറിനൊക്കെ തൊലി ചീന്തിയിട്ട് ഇടുന്നില്ല, അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ടും രണ്ടാക്കരുത്, ആ മുക്കാൽ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഇതിൻ്റെ ഈ മുരിങ്ങക്കായുടെ ഉള്ളിലേക്ക് ഉപ്പും പുളിയും എരിവും നന്നായിട്ട് പിടിക്കുള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മുരിങ്ങക്കായും അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 4 വലിയ വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. മുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് മസൂർ ദാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മസൂർ ദാലിന് പകരം നമ്മുടെ തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പുണ്ടല്ലോ, തുവരപ്പരിപ്പ് അതും ഇട്ട് കൊടുക്കുക. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പരിപ്പൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ ആ പരിപ്പൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് പരിപ്പ് മതി, ഒരുപാട് പരിപ്പിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് രണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലെ നടുവൊന്ന് പിളർന്നിട്ട് കൊടുത്താൽ മതി. ഇനി മുളക് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം ആ ബീട്രൂട്ടും പരിപ്പൊക്കെ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. അതിനുശേഷം ഒരു 3-4 വിസിൽ അടുപ്പിക്കാം. കാരണം ബീട്രൂട്ടൊന്നും പരിപ്പ് വെന്താലും ബീട്രൂട്ടൊന്നും വെന്ത് ഉടഞ്ഞു പോവില്ല. അപ്പോൾ ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കുക. ബീട്രൂട്ടും പരിപ്പും വേകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 പിടി, വലിയ 2 പിടി തേങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 2 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. മുളക് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളൂ കേട്ടോ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകത്തിൻ്റെ ഒക്കെ മണം നല്ലോണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഷ്ടി ഒരു 1/2 ടീസ്പൂണും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എണ്ണയൊക്കെ ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കഴുകിയിട്ട് അതും ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ സവാള നല്ല സോഫ്റ്റായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില കുറവാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ. നേരത്തെ വറുത്തിടുമ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ. ഈ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്നും ഉടച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, എന്നാലും നന്നായിട്ട്
സോഫ്റ്റായിട്ട് ആ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 to 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അവിടെ കഴുകിയെടുത്ത് വെച്ച മുരിങ്ങക്കായ ഉണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ച മുരിങ്ങക്കായ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ മുരിങ്ങക്കായയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പിട്ട് ചേർക്കേണ്ട, ഇതിലേക്ക് മാത്രമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ മതി. ഉപ്പിട്ടതിന് ശേഷം നേരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തോളൂ. ഇപ്പം മുരിങ്ങക്കായൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ മുരിങ്ങക്കായ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, എന്നാലും ആ കഷ്ണത്തിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന തരത്തിൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ മുരിങ്ങക്കായൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ ആ കോലൊക്കെ നമുക്ക് ചങ്കിൽ കുത്തി കയറുകയുള്ളൂ. ഇതുപോലെ വെന്താൽ മതി. നമ്മളിതാ ഇതുപോലെ ആ കീറിയിട്ടിട്ടില്ലേ, കീറിയിട്ട കാരണം ഒന്ന് പകുതി കീറി വെച്ചിട്ടില്ല, അത് കാരണം ഉപ്പും പുളിയൊക്കെ അതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ വേവിച്ച് വെച്ച ബീട്രൂട്ടും പരിപ്പും ഉണ്ടല്ലോ, കണ്ടില്ലേ, പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ബീട്രൂട്ടും അത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, കഷ്ണമൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1-2 തിളച്ചോട്ടെ. ഇതെല്ലാം കൂടിയിട്ടൊന്ന് തിളച്ചോട്ടെ. ഇതുപോലെ അങ്ങോട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരവും ഉപ്പും പുളിയൊക്കെ പാടായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ കഴിക്കാൻ പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് ആവശ്യത്തിനുള്ള തിക്നെസ്സും ഉണ്ട്. പക്ഷേ അരപ്പ് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ തിളച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ അരച്ച് വെച്ച തേങ്ങ അരപ്പുണ്ടല്ലോ, ആ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തിക്നെസ്സൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല. കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല. നിങ്ങൾ ചോറിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. ചോറിനൊക്കെ ആണെങ്കിൽ തക്കാളി കുറച്ചുകൂടി ചേർത്ത് കൊടുത്തോളൂ, ഒന്നുകൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട എന്നാവശ്യമില്ല. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താളിച്ചൊഴിക്കാം. ആദ്യം താളിച്ചിട്ടുണ്ട്, കടുകും മുളകൊക്കെ താളിച്ചിട്ടുണ്ട്, കടുകും മുളകും കറിവേപ്പിലയും താളിച്ചിട്ടുണ്ടല്ലോ. ഇനി താളിക്കണമെന്ന് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് താളിച്ചൊഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും താളിച്ചൊഴിക്കുന്നുണ്ട്. താളിച്ചൊഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടിയുള്ളൂ. ഇനി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.